അപ്പം നമ്മുടെ മുട്ട ആംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പം വാവയാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മുട്ട ആംപ്ലേറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുട്ട വെച്ച് ഒരു പുതിയൊരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് 2 മുട്ട വേണം, പിന്നെ 2 സവാള അരിഞ്ഞത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി നമുക്കിതൊന്ന് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കും. പാകത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇലയൊന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ തീ ഒന്ന് സിമ്മിലിട്ടിട്ട് ചട്ടി എടുത്ത് വെച്ച് നമ്മൾ ഇന്ന് നമ്മൾ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് തീ ഒന്ന് സിമ്മിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അടിയൊന്ന് കരിയാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഈ വാഴയില ഇതിലൊന്ന് വെച്ചു കൊടുക്കാം. ഇനി ഈ വഴന്നിരിക്കുന്ന സവാള നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില, ഇതിനുശേഷം നമുക്ക് മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് കൊടുക്കാം.
നമുക്ക് അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് വാഴയിലക്കകത്ത് വെച്ചില്ലെങ്കിലും നമ്മുടെ ചട്ടിയിൽ വെച്ച് വഴറ്റിയെടുത്തിട്ട് അതിലിട്ട് കൊടുത്താലും മതി. നമുക്ക് വാഴയിലയാകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ വാഴയില ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുട്ട ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പം ബാവയാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മുട്ട ഓംപ്ലേറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.